കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മരിച്ചുപോയ ആളെ നമുക്ക് കാണിച്ചു തരുന്ന പരിപാടി. അത് കാണാത്തവരെ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മെന്റലിസം എന്ന പേരിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മെന്റലിസം എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. കാണുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടിയായി തോന്നുമെങ്കിലും നമ്മുടെ മാജിക് ഒക്കെ പോലെ പ്യുവർലി ഒരു പെർഫോമൻസ് ആർട്ട് മാത്രമാണ് ഈ മെന്റലിസവും. ഒരു സമയം വരെ മൈൻഡ് റീഡിംഗ് ആയിരുന്നു ഈ മെന്റലിസത്തിലെ ഏറ്റവും പോപ്പുലർ പരിപാടി. സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന മെന്റലിസ്റ്റ് കാണികളുടെ ഇടയിൽ നിന്നും ഒരാളെ വിളിക്കുന്നു. അയാളുടെ പഴയ കാമുകിയുടെ പേര് മനസ്സിൽ ഓർക്കാൻ പറയുന്നു. വിത്തിൻ സെക്കൻഡ് അയാളെ മനസ്സിൽ ഓർത്ത പേര് മെന്റലിസ്റ്റ് വിളിച്ചു പറയുന്നു. എല്ലാവരും ഞെട്ടുന്നു. കുറെ കാലം ഹിറ്റായി ഓടിയ പരിപാടിയായിരുന്നു ഇത്. എന്നാൽ ഈ മൈൻഡ് റീഡിംഗ് ഒക്കെ ആൾക്കാർക്ക് പതുക്കെ മടുത്തു തുടങ്ങിയപ്പോഴാണ് മറ്റവന്റെ എൻട്രി. മരിച്ചു പോയവരെ കണ്ണിന് മുന്നിൽ കാണിച്ചു തരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അയാൾ നമ്മിൽ നിന്ന് മരിച്ചു പോയ ആളായിരിക്കും. മെന്റലിസ്റ്റ് പറയുമ്പോൾ അയാളെ നമ്മൾ മനസ്സിൽ ഓർത്താൽ മാത്രം മതി. മെന്റലിസ്റ്റ് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ശേഷം കണ്ണ് തുറന്ന് നോക്കാൻ പറയുന്നു. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകാരനോ മറ്റോ ആയിരിക്കും. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ആരെയാണോ മനസ്സിൽ ഓർത്തത് അയാളായിരിക്കും. മരിച്ചുപോയ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ആണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ അവർ ജീവനോടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നും. മിക്കവാറും എല്ലാവരും ഈ പരിപാടിക്കിടയിൽ ഇമോഷണൽ ആവും, പൊട്ടിക്കരയും. താൻ മനസ്സിൽ കരുതിയ ആളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കരുതി തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ വീഡിയോകളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇത് കാണുന്ന പലരുടെയും മനസ്സിലൂടെ പല സംശയങ്ങളും കടന്നു പോയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ശരിക്കും റിയൽ ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആളുകളുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ പാടുണ്ടോ? മരിച്ച ആളെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ തെറ്റല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഈ സംശയങ്ങൾക്കെല്ലാം മറുപടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊപ്പിയുടെ ലൈവിൽ ഒരു മെന്റലിസ്റ്റ് വന്ന് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യമ്മേന വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നമ്മുടെ സ്നാപ്പ് കണ്ടുറന്ന് ധാരാ റിയലാ ആടാ പ്രശ്നം ഒന്നുമില്ല. എടാ അമ്മമ്മ മരിച്ചു പോയത് ഒരാളും അഭിനയിക്കാൻ നിൽക്കില്ല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിനയാന്ന് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതാണ്. അപ്പൊ ഇത് സ്ക്രിപ്റ്റഡ് അല്ല, വെറും അഭിനയമല്ല എന്നർത്ഥം. മരിച്ചുപോയ വെല്ലുമ്മയെ കണ്ടപ്പോൾ അവന്റെ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലെ? ഈ ടൈപ്പ് വീഡിയോസ് ആദ്യം കാണുന്ന സമയത്ത് ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറും അഭിനയല്ലേ, തട്ടിപ്പല്ലേ എന്നൊക്കെ. എന്നാൽ ഇത് അഭിനയവുമല്ല, സ്ക്രിപ്റ്റഡുമല്ല, മെന്റലിസവും പോലുമല്ല. പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് നമ്മൾ ഈ കാണുന്ന ആക്ട് മെന്റലിസം അല്ല, ഇത് ഹിപ്നോട്ടിസം ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, മെന്റലിസ്റ്റ് അനന്തു പറഞ്ഞതാണ്. അനന്തുവിനെ അറിയാലോ, ഏറ്റവും പോപ്പുലർ ആയ മെന്റലിസ്റ്റുകളിൽ ഒരാളാണ് അനന്തു. ഈ മെന്റലിസ്റ്റ് പരിപാടി സാധാരണക്കാർക്കിടയിൽ ഇത്ര പോപ്പുലർ ആയതിൽ അനന്തുവിന്റെ വീഡിയോകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തായാലും മെന്റലിസം എന്നും പറഞ്ഞ് ഈ മരിച്ചുപോയ ആളുകളെ കാണിക്കുന്ന പരിപാടിയെ കുറിച്ച് അനന്തുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ. ആർട്ട് ഫോമാണ്, മാജിക് ഒരു ആർട്ട് ഫോമാണ്. ഹിപ്നോട്ടിസം ശരിക്കും കൺസൾട്ടേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം ചില ആൾക്കാർ അതിനെ പെർഫോം ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുന്നത് വലിയ ആപത്തിലേക്ക് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ ആളിനൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അത് മെന്റലിസം അല്ല, അത് ഒരിക്കലും മെന്റലിസം അല്ല, അത് ഹിപ്നോട്ടിസം ആണ്. അത് മെന്റലിസം തമ്മിൽ ഒരു ബന്ധമില്ല. ഇല്ല, പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഇപ്പൊ മരിച്ചുപോയ ആളെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ണടിച്ചിട്ട് ഒരാളെ വിചാരിക്കുന്നു, ഇപ്പൊ ഒരാൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇപ്പൊ മമ്മൂക്ക വന്ന് നിന്നു, അങ്ങനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെ പറഞ്ഞാൽ ബീച്ചിൽ എവിടെയൊക്കെ ചെന്നിട്ട് അത് 2 ദിവസത്തെ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഞാൻ മരിച്ചുപോയ ആളിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര സീനാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അതായത് അവർ ട്രോമാറ്റൈസ്ഡ് ആയിപ്പോൾ അവർക്ക് ആ ഒരു മെമ്മറിയിൽ നിന്ന് തിരിച്ച് ലൈഫിലോട്ട് വരാൻ പറ്റുന്നില്ല. ഇവർ കാണിച്ചിട്ട് ഇവരങ്ങ് പോകും. ഇത് ഇവരുടെ കോഴ്സിൽ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ഇതിന്റെ സജഷൻസ് കൊടുക്കുന്ന ടൂൾ മാത്രമേ ഇവർ ചിലപ്പോൾ കോഴ്സിൽ പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം എന്തായാലും മുമ്പ് ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഗൗരവപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. വെറുതെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താ മരിച്ചുപോയ ആളെ കാണുന്നു, ആൾക്കാർ മറ്റേ ഇമോഷണൽ ആവുന്നു, ഇതാവുന്നു. ഓക്കെ, അപ്പൊ അനന്തുവിന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഡേഞ്ചർ പരിപാടിയാണ്. പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളല്ലേ ഇത് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മെന്റൽ ട്രോമകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് അനന്തു പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അയാൾ മരിച്ചു പോയതിനു ശേഷവും അയാൾ വീണ്ടും കാണുക എന്നൊക്കെ പറഞ്ഞാണ് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പ്രിയപ്പെട്ട ആളുടെ മരണം സംഭവിച്ചതിന് ശേഷം അയാൾ നമ്മുടെ കൂടെ ഇല്ല എന്ന റിയാലിറ്റിയുമായി നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ വേർപാടിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ജീവിതം മൂവ് ഓൺ ആയതിനു ശേഷം വീണ്ടും അയാളെ കണ്ടതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല അല്ലെ? ഇത് വെറും ഇല്യൂഷൻ മാത്രമാണെന്ന് ഉത്തമ ബോധത്തോടെ മാത്രമേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നിന്ന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ വലിയ കുഴപ്പം ഉണ്ടാകില്ല. പലരും ഇതൊരു കച്ചവടമാക്കി മാറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഇത്തരം വീഡിയോകൾക്ക് താഴെ ഈ മെന്റലിസ്റ്റുകൾ തന്നെ പരസ്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കാണണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നമ്പർ
നമ്പറിനെ കൊടുത്തിട്ടുണ്ടാകും. ആക്ച്വലി എനിക്ക് ആക്ടിനോട് വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അതിന്റെ കാരണങ്ങളുമുണ്ട്. FB-ൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മരിച്ചുപോയ വല്യമാനെ കണ്ടൊരു പെണ്ണ്, ഒരു വ്ളോഗർ, നിർത്താതെ കരയുന്ന വീഡിയോ. അതിന് താഴെ വന്ന കമന്റുകൾ നല്ല രസമാണ്. ഞാനത് വായിച്ചു തരാം. അതിനു മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. Okay, Jubi, relax here, relax here, relax here. Sleep, 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 sleep. Jubi, happy ആണ് കേട്ടോ. Sleep, 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 sleep. Relax, relax, relax. ജുബി നല്ല ഹാപ്പിയാണ്. യാതൊരു അസ്വസ്ഥതയൊന്നും ഫീൽ ചെയ്യുന്നില്ല. യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ. ഇപ്പൊ കണ്ടതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. അത് ആലോചിച്ചതിന് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ടെൻഷനുള്ള എല്ലാ ടെൻഷനും പോയിട്ടുണ്ട്. യാതൊരു അസ്വസ്ഥതയും ഫീൽ ചെയ്യുന്നില്ല. ഹാപ്പിയാണ്. നല്ല എനർജി ഉണ്ടാവും. നല്ല പോസിറ്റീവ് മൈൻഡോടെ ചെയ്യപ്പെട്ടാം. നല്ല എനർജി ഉണ്ടാവും. കണ്ടല്ലോ. ഇനി ചില കമന്റുകൾ വായിച്ചുതരാം. ഇതിലും നന്നായി ഹല്ലേലൂയ ടീം അഭിനയിക്കും. വേറെ പണിയൊന്നും ഇല്ല തീട്ടങ്ങളെ. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞവരുടെ പേരിൽ വീഡിയോ ഇട്ട് നാണം കെടുത്ത. മരിച്ചവരെ കാണാൻ എന്താ ഫുൾ മേക്കപ്പിൽ, എന്താ ലോകം. സങ്കടവും ദുഃഖവും കൊണ്ട് കുടുംബം കരയുന്നു. കുറെ തായോളികൾ വീഡിയോ എടുക്കുന്നു. എന്താ അല്ലേ. ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് കാശ് ഉണ്ടാക്കുന്നതിലും ഭേദം ബാക്കി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്ന റീച്ചിന് വേണ്ടി പോയി തെണ്ടി തിന്നടോ നാറി. ഇപ്പോഴാണ് സംഗതി റെഡിയായത്. അമ്മക്ക് പ്രസവവേദന, മക്കൾക്ക് വീണ വായന, അതും വീഡിയോ പിടിക്കാൻ തിക്കും തിരക്കും. സംഭവം ഇതൊരു ഹിപ്നോട്ടിക് ആക്ട് ആണെന്ന് കമന്റ് ഇട്ടവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇങ്ങനത്തെ കമന്റ് എടുത്തിരുന്നത്. റിയലായി വല്യമ്മ മരിച്ചുവെന്നും ആ ദിവസം ഇവള് കരയുന്ന വീഡിയോ എടുത്ത് എല്ലാവരും പോസ്റ്റ് ചെയ്തേക്കുവാണെന്നും ഒക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആക്ടിനോട് വലിയ എതിർപ്പൊന്നുമില്ല. കാരണം ഒരാളുടെ കൺസെന്റോട് കൂടിയാണ് മെന്റലിസ്റ്റ് ഇത് ആക്ട് ചെയ്യുന്നത്. പിന്നെ അനന്ത് പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾ വെൽ ട്രെയിൻഡ് ആവണമെന്ന് മാത്രം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളും. അത്രയേ ഉള്ളൂ. മരിച്ചുപോയ ഉമ്മാനെ വീണ്ടും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കൊക്കെ ഇത് ഉപകാരമാവും. വളരെ ചെറുപ്പത്തിലൊക്കെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർക്കൊക്കെ അവരെ ജീവനുള്ള പോലെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരിക്കും അല്ലേ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. തൊപ്പിയുടെ കൂടെയുള്ള 2 പേരെ മാത്രമേ മെന്റലിസ്റ്റ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരെ ചെയ്യാൻ കഴിയില്ല. അവരെന്തോ നെഗറ്റീവ് ആണെന്നാണ് മെന്റലിസ്റ്റ് പറയുന്നത്. അല്ലെങ്കിലും ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ സമ്മതപ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ പൂർണ്ണമായി സഹകരിച്ചാൽ മാത്രമേ ഹിപ്നോട്ടിസം വർക്ക് ആവത്തുള്ളൂ. ഇനി ഇതേ ടെക്നിക്ക് വെച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ നേക്കഡ് ആയി കാണാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അങ്ങനെയും ഒരു പരിപാടി ഉണ്ട്. മെന്റലിസ്റ്റുകളുടെ ഹിപ്നോട്ടിസം പരിപാടിയിൽ ഏറ്റവും നെഗറ്റീവായി തോന്നിയത് ഈ ആക്ട് ആണ്. തൊപ്പിയുടെ ലൈവിൽ ഈ പറഞ്ഞ മെന്റലിസ്റ്റ് ഇങ്ങനെ ഒരു ആക്ടും കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടോക്കാം. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിനക്ക് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും. നിന്റെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇനി കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനക്കും നിനക്കും ഒഴികെ ബാക്കി ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല. ശരിക്കോ എന്താ അതിനെന്താ നല്ലല്ല അതിനെന്താ അതിനെന്താ അതൊന്നും ചെയ്യുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല അതിനെന്താ അത് ചെയ്യുന്നില്ല പിടിച്ചോ 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 കുഴപ്പമില്ല ലൈവല്ല ലൈവല്ല കുഴപ്പമില്ല. സംഭവം കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ചുറ്റുമുള്ളവരെ നേക്കഡായി കാണുക എന്നൊക്കെ പറഞ്ഞു സംഭവം കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ പബ്ലിക് പ്ലേസിൽ പോയി ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. കുറെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി ഇതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്തു ചുറ്റുമുള്ളവരെ നേക്കഡായി കാണാൻ കഴിയുമെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത് കുറച്ച് നെഗറ്റീവ് പരിപാടിയാണ് അല്ലേ. സംഭവം ഇലൂഷൻ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് തെണ്ടിത്തരമാണെന്ന് പറയാതെ വയ്യ. എന്തായാലും മെന്റലിസം എന്നും പറഞ്ഞ് ചെയ്യുന്ന ഈ ഹിപ്നോട്ടിസം പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പല അഭിപ്രായങ്ങളും ഇന്ന് എയറിലുണ്ട്. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയി എടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഏത് മരിച്ചവരെ കാണുന്ന പരിപാടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. പക്ഷെ നേക്കഡായി കാണാൻ പറ്റുന്ന പരിപാടിയൊന്നും ചെയ്യാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.